ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്താച്ചാ? ഇവിടെയുണ്ട്. അവിടെ ഇരുന്ന് ജോലിയുണ്ട്. കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ വർക്കുണ്ട്. ഇല്ല, പറഞ്ഞിട്ടില്ല, ചോദിച്ചായിരുന്നു. പക്ഷേ പറയണോ? ശരി അച്ഛാ. കുഴപ്പമില്ല അച്ഛാ, ഞാൻ വിളിക്കാം. ശരി ശരി. വെള്ളമില്ല. ചായ വേണോ? ചായ വേണോ? ചായ വേണ്ട. ആര് വിളിച്ചേ? അച്ഛൻ. ആരച്ഛൻ? എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനാ? എൻ്റെ അച്ഛൻ, നിങ്ങളെ മാമൻ. നിങ്ങളച്ഛനെ ഞാൻ അച്ഛൻ തന്നെ വിളിക്കണേ. ഏതച്ഛനായിക്കോട്ടെ, പക്ഷെ ഇപ്പം വിളിച്ച ആരച്ഛൻ? എടീ, നിന്റെ മുഖത്തൊക്കെ തന്തയ്ക്ക് വിളിക്കണേ, പറ ഇപ്പം വിളിച്ച ആരച്ഛൻ? കേശുവിന്റെ അപ്പൂപ്പൻ. കേശുവിന്റെ അപ്പൂപ്പ രണ്ട് അപ്പൂപ്പന്മാരുണ്ടല്ലോ. എന്റെ അച്ഛൻ നിന്റെ അച്ഛൻ. അപ്പൊ ഇപ്പൊ മൊബൈൽ വിളിച്ച ആരച്ഛൻ? കൈനോട്. മൊബൈൽ തരൂല. മൊബൈൽ ഇല്ല, മൊബൈൽ തരില്ല. കൈനോട്. പറ ആരച്ഛൻ? എന്റെ അച്ഛനാ നിന്റെ അച്ഛനാ? എന്താ പറയുന്നേ? എന്നെ പറ്റി എന്തോന്ന് പറഞ്ഞെന്ന് പറയണേ. കൈനോട് എന്താ പറയാ? കൈനോട്. കൈനോട്ടേ പറയോളാം. അടുത്ത നമ്പർ ഉണ്ട്. കൈ ഓടിച്ചാലും ഞാൻ പറയില്ല. ഇല്ല, പറയൂല. കള്ളി അടവായിരുന്നാ എണ്ടി? നിന്റെ അമ്മയെ കണ്ട? അമ്മയെ കണ്ടാ? അമ്മ എവിടെ പോയി? അമ്മ എവിടെ പോയെന്നാ? എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും. അവക്ക് എന്റെ വീട്ടുകാരായിട്ട് രഹസ്യ ടൈപ്പ്. അതെന്താണെന്ന് ഞാൻ അറിയണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവളെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നൊരു കാര്യമില്ല. ഇത് വലിച്ചൊരു ദൂരെ കാണാം. കള്ളി ഒന്നിയും ഞാൻ അല്ലെങ്കിൽ നീ എവിടെ പോയാലും ഞാൻ പാതാളത്തോട് ഞാൻ കണ്ടുപിടിച്ചോളി. അമ്മയെ കണ്ടാ? ഇറങ്ങണോട്ട്. അതുവഴി വന്ന് ഇവിടെ വിളിച്ചിരുന്നല്ലേ നീ? പിള്ളേര് അതിൽ ചാണുണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. പിള്ളേര്? ഞാൻ പിള്ളേര് മെത്തേ കിടന്ന് ചാണുണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നതാ ബാലു. കള്ളപ്പറാണി കള്ളി. അതെ, അതിൽ കിടന്ന് ചാടിലിട്ട മെത്തേ കിടന്ന് അത് ചീത്തായി പോകൂലേ? അയ്യോ, അത് അങ്ങനെയൊന്നും ചീത്ത ആകൂല. അത് ബാലുവാണ് മറ്റൊന്ന് വന്നത്. അത് സ്പ്രിംഗ് ഫിറ്റ് മാറ്റേഴ്സ് മെത്തയാണ്. അത് എത്ര ചാടിയാലും അത് ഓട്ടം തട്ടൂല. ബാലുവിന് നല്ല സാധനം നോക്കി വാങ്ങിക്കാൻ അറിയാം. ബാലുവിന് അവസ്ഥ പറ്റുള്ളൂ. മതി കളിച്ചത്, പോയി പഠിച്ചേ. നീ എവിടെ പോണു? എന്തോന്ന് പറഞ്ഞത്? നെയ്യാറ്റിക്കര പോയപ്പോ അച്ഛൻ എന്തോന്ന് പറഞ്ഞത്? എന്നെ പറ്റി എന്തോന്ന് പറഞ്ഞടി? ബാലു, അത് നിങ്ങൾ അച്ഛന്റെ തല അടിച്ച് സത്യം ചെയ്ത കാര്യമല്ലേ? അത് പറയാമോ ബാലു? അച്ഛന്റെ തല വേണമെങ്കിൽ പോട്ടെ, നീ കാര്യം പറയടി. നിങ്ങൾ അച്ഛന്റെ തല നിങ്ങൾക്ക് വിഷയമല്ലായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ മരുമകളായ എനിക്ക് അച്ഛന്റെ തല വലിയ വിഷയം തന്നെയാണ്. കള്ളി പിന്നെ എടുത്തോളാളിയേ. ഇത് എടുത്തുകളെ കണ്ണി തേക്കണം. യേശുവേ, വാടേ. മുടിയൊന്നും വരും ഇവിടെ? 23, 24 വരും. എന്നാ വരട്ടെ. അതെ, നിന്റെ അമ്മ നെയ്യാറ്റിങ്കര പോയപ്പോഴേ അപ്പൊ എന്താ കാര്യം പറഞ്ഞില്ലേ? അതിനെ പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടിയാ? അതിനമ്മ നെയ്യാറ്റിങ്കരയിലേക്ക് പോയതല്ലോ, അപ്പൂപ്പൻ വിളിച്ചു വരുത്തിയതല്ലേ. ഇടയ്ക്കറി സംസാരിച്ചോണ്ടല്ലോ ഞാൻ കലവരെ തൂക്കി തറ അടിച്ചതായി പറഞ്ഞേക്കാം. അച്ഛാ, അമ്മ എന്തിനാ നെയ്യാറ്റിങ്കര പോയെന്ന് എനിക്കൊരറിയത്തില്ല. ആരും അറിയാൻ പോണില്ല. നീ അറിയാന്നുള്ള മോഹം ഉണ്ടെങ്കിൽ അത് വേണ്ട. നീ കൂടുതൽ കളിക്കല്ലേ. നീ അച്ഛൻ വിളിച്ചിട്ടാണോ നെയ്യാറ്റിക്കര പോയത്? അതാ നീ സ്വമേധയാ നീ പോയെന്ന് 2 ദിവസം കഴിയുമ്പോ അറിയാം. അന്നാണ് നീ ഇവിടെ കിടന്ന് ഓടാൻ പോണോ? നോക്കിയോ നീ? എന്റെ അച്ഛൻ ഒന്ന് സമാധാനപ്പെട്. 2 ദിവസം കഴിയുമ്പോ അമ്മ പറയും അപ്പൂപ്പൻ എന്താ പറഞ്ഞേന്ന്. അല്ലേ അമ്മേ? 2 ദിവസം കഴിയുമ്പോ ആര് പറയടി? ആര് പറയുന്നത്? അമ്മ കത്തി കൊണ്ട മുറിയും. നാക്കടയ്ക്ക് വെച്ചാൽ ഈ മുറിക്കും ഞാൻ. നിന്റെ കുടുംബത്തിൽ നീ വലിയ മിടുക്കി ചമഞ്ഞ് നടക്കണുണ്ട്. അതുപോലെ എന്റെ കുടുംബത്തിക്കാരെ വലിയ സാമർത്ഥ്യക്കാരാവണ്ട കേട്ടാ. അതുപോലെ എന്നെ ചവിട്ടി താഴ്ത്താൻ ഞാൻ സമ്മതിക്കൂല. താഴ്ത്താ ഒന്നുമില്ല, മൊത്തത്തിൽ താഴ്ന്നു നടക്കാം നിങ്ങൾ അവിടെ. നീ എവിടെ പോണ? നീ എവിടെ പോണത്? നില്ലടി. നീ എവിടെ പോണത്? പഴയതുപോലെ ഓട്ടം നീ തുടങ്ങിയാണ്. വീട്ടിൽ ചുറ്റും നീ ഓട്ടം തുടങ്ങിയാണ്. നീ വെറുതെ എന്നെ ശല്യപ്പെടുത്തിയ. ഞാൻ അച്ഛനെ വിളിച്ചു വരുത്തിയ ബാലു. നിന്റെ അച്ഛനെ വിളിച്ചാൽ എനിക്ക് വലിയ പേടിയാണ്. വിളി, അങ്ങനെ വിളി, കുട്ടമ്പളെ വിളി. അതെ, എന്റെ അച്ഛനെ അല്ല, നിങ്ങളച്ഛനെ വിളിക്കണ ആര് പറഞ്ഞ? നിങ്ങളച്ഛനെ. എന്റെ അച്ഛനെ ഇപ്പൊ വിളിക്കേണ്ട കാര്യം തോന്നുന്നു.
അച്ഛനെ വിളിക്കാനും വേണ്ട. പിന്നെ നീ വിളിച്ച അച്ഛൻ വരാനല്ലേ പോണോ നീ? അമ്മ ഒരു മിനിറ്റ്. അപ്പനെ വിളിക്കാൻ വേണം ഇവിടെ. വിളിക്ക, നേരത്തെ വിളിക്ക. അപ്പം വരോ നോക്കട്ടെ. ഇപ്പൊ വിളിക്കാനാ? വിളിയമ്മേ. വിളിയമ്മേന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വിളിച്ച അച്ഛൻ വരും. എനിക്കറിയാം. ഞാൻ വിളിച്ചു നോക്ക്. എന്തിനാ അച്ഛനെ വയ്യാതിരിക്കാണ്? അവസാനം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ വല്ലതും പറ്റി കഴിഞ്ഞാൽ അവസാനം എന്റെ പേര് എന്റെ കുടുംബക്കാർ പറയുള്ളൂ. നിനക്കൊന്നുമില്ല. അപ്പൊ അച്ഛനറിയാം അമ്മ വിളിച്ചപ്പം വരൂന്ന്. അമ്മയല്ല, ഇവിടെ ആര് വിളിച്ചാലും എന്റെ അച്ഛൻ വരും. ഇനി വിളിക്കാനൊന്നും പോണ്ട, എനിക്ക് വേറെ ജോലിയുണ്ട്. അച്ഛനെ വിളിക്കാൻ പോ. വിളിച്ചായിരുന്നു നീ അപ്പൂപ്പൻ വന്നേനെ. എന്തായാലും അച്ഛൻ നന്നായിട്ട് പേടിച്ച്. സുരേന്ദ്ര, സുഗന്ധനേടെ ഇല്ലടാ, ഞാൻ വെറുതെ വിളിച്ചത്. ഇല്ലടാ, വെറുതെ വിളിച്ച്. നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? അല്ല, കച്ചവടമൊക്കെ എങ്ങനെ? എൻ്റെ പൊന്ന്, വെറുതെ വിളിച്ചേടായി. നിന്റെ ചേട്ടത്തി അങ്ങോട്ട് വന്നൊക്കെ അറിഞ്ഞല്ലേ? എല്ലാവരും കൂടെ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു അല്ലേ? എന്ത് പറഞ്ഞേ? എന്ത് പറഞ്ഞു? നിനക്ക് അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്നാ? നമുക്ക് കാര്യമില്ലടേ. നീ വച്ചിട്ട് പോടേ. വെറുതെ പൈസ മുടക്കി വിളിച്ചത് മിച്ചം. അല്ല, ഞാൻ വെറുതെ ഒന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ എന്തോ അവിടുത്തെ കാര്യങ്ങൾ അറിയാനുള്ള എന്തോ ആഗ്രഹം കൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന്. എന്തോ രഹസ്യം നീ അറിയാൻ വേണ്ടി ആഗ്രഹിക്കണം. എനിക്ക് എന്തോന്നിട്ടേ? ഞാൻ നിന്നെ വിളിക്കണവനൊക്കെ. അത് സത്യമല്ലേ? അച്ഛനമ്മ എന്തിനാ അവിടെ പോയിന്ന് അറിയാൻ വേണ്ടി വിളിച്ചതല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? 6-7 വയസ്സായിട്ടുള്ളേ. ആ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അച്ഛാ, എന്താ പ്രശ്നം? ചേച്ചിക്ക് 17 വയസ്സായിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെട്ടാൽ മതി. അത് കയറി പോയെ. ഒന്നാമത് അച്ഛൻ ദേഷ്യം വന്നിരിക്കുക. അച്ഛാ, ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം അറിയാനുണ്ടെങ്കിലേ അത് ഭയങ്കര പ്രശ്നമാ. ഇപ്പൊ അറിയാനുള്ള ആഗ്രഹം വല്ല നല്ല കാര്യമാണെങ്കിൽ അതിന് പ്രശ്നമില്ല. അല്ല, അറിയാൻ പാടുള്ളത് അറിയാം, അറിയാൻ പാടില്ലാത്തത് അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. എനിക്കൊന്നും അറിയാൻ പാടില്ലേ? അച്ഛാ, കടുംപിടുത്തം പിടിച്ചിട്ട് കിട്ടാത്ത കനി തലോടി തന്നെ പറിക്കണം. നിനക്ക് ആര് പറഞ്ഞെന്ന്? ആരും പറഞ്ഞെന്തോന്നല്ല, ഞാനൊരു ഉദ്ദേശത്തിൽ പറഞ്ഞതാ. നിനക്ക് ആശയം പിടികിട്ടില്ലേ? അതൊക്കെ പിടികിട്ടി. അച്ഛനും പിടികിട്ടിയാ? എനിക്കൊന്നും പിടികിട്ടിയില്ല. അമ്മയെ സോപ്പിടണമെന്ന്. എന്തോന്ന്? നീ എന്താ പറഞ്ഞേ? ഞാൻ അവളെ പോയി കാല് പിടിക്കണോ? സോപ്പിടണമെന്നാ? എടാ, എനിക്കത് പറഞ്ഞിട്ടില്ല. എടാ, കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ ആരെ സോപ്പിടാറില്ല, ആരെ കാലും പിടിക്കാറില്ല. അത് എനിക്കുമില്ല, എന്റെ കുടുംബത്തിനുമില്ല, എന്റെ അച്ഛനുമില്ല. അയ്യേ, ശരി. അച്ഛൻ പിന്നെ അച്ഛൻ്റെ ജോലി എന്തോന്ന്? അല്ല, ജോലി ചെയ്യാൻ തള്ളേരെ കാല് പിടിക്കണം പോലും. അതിനെ തൂങ്ങിച്ചാവൂടാ. എന്തോ നീലു, ഏത് സമയവും ജോലി തന്നെ. നീ വല്ല കഴിച്ചാ? എനിക്ക് വിശക്കുമ്പോ ഞാൻ എടുത്ത് കഴിച്ചോളാം. വിശക്കുമ്പോ എടുത്ത് കഴിച്ചോളാം. ഇങ്ങനെ ഇടതടവില്ലാതെ പണി ചെയ്ത് ക്ഷീണിച്ച് വല്ല അസുഖം വന്നാൽ ആര് സമാനം പറയും? എല്ലാരും കൂടെ എന്നെ പഴി ആരുല്ലേ? ദോശ എടുത്ത് കഴിക്കും. ഞാൻ കഴിച്ച്. ദേഷ്യപ്പെടുന്നതിന് നിന്റെ ദേഷ്യം കണ്ടാ തോന്നുന്നു നിന്റെ അടുത്ത് എന്തോ ശത്രുത ഉണ്ടെന്ന്. അത് നിനക്ക് എന്റെ അടുത്ത് ശത്രുത ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കാണ് നിന്റെ ദേഷ്യം. എന്തിന്? അറിഞ്ഞൂടാ? ബാലു, പോയേ. അപ്പുറത്ത് എന്തെങ്കിലും ജോലി ഉണ്ട്, അത് പോയി ചെയ്താൽ എനിക്കൂടെ ജോലിയുണ്ട്. ചെല്ല്. ശരി, എനിക്ക് ദേഷ്യം വരുമ്പോഴേ ഞാൻ വല്ലതും വിളിച്ച് പറയും. ഒന്നുമില്ല, ഞാൻ നിന്നെ കെട്ടിയൊന്നുമില്ലടി. നീ എല്ലാം എനിക്ക് വേറെ ആരുള്ളൂ? നീ പറ നീ ആരും ഉണ്ട് എനിക്ക്? നൈസാ സോപ്പിട്ട് കയറുകയാണല്ലേ നെയ്യാറ്റിൻകരയിലെ വിശേഷങ്ങൾ അറിയാൻ. ഒരു രക്ഷയില്ല. ഞാൻ ഒന്ന് അനങ്ങിയാ മതി, ഉടൻ നീ കണ്ടുപിടിക്കും. എനിക്ക് സംഭവം തന്നെ. ഇപ്പഴത് മനസ്സിലായേ? എടി, ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേടി. അപ്പൊ എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞിരിക്കണ്ടേ. ഞാൻ നിന്നെ എങ്ങനെയുണ്ടോ നോക്കണേ? പറ. അവിടെ ചെന്നപ്പോൾ അച്ഛൻ എന്തോന്ന് പറയുന്നു പറയടി. ഞാൻ പറയട്ടാ. ഒന്ന് ഈ വസ്തുവിൻ്റെ കാര്യം, അല്ലെങ്കിൽ പൈസയുടെ ഇടപാട്. എന്നെ ഒഴിവാക്കിയിട്ട് ഈ രണ്ടും അല്ലാതെ വേറെ ആരും ഒന്നും സംസാരിക്കൂല. എന്നാ പറയട്ടെ. ഇന്ന് നമുക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടെയായിരുന്നു, നാളെ അത് വേറെ ആരുടെയെങ്കിലും ആവും.
മാറ്റങ്ങൾ പ്രകൃതി നിയമമാണല്ലോ. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണനാണ് സത്യം. അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പറയൂല. ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട, പൊയ്ക്കോ. അവിടെ പോയിരുന്ന് വല്ല വയറും കടിച്ചു പിടിച്ചിരിക്കേ. ചെല്ലേ, പല്ല് വെറുതെ കടിച്ച് കളയണ്ട, പൊടിഞ്ഞു പോവത്. കഴിക്കാന്നായില്ലേ? ഇത് മതിയോ? ഇത് മതിയോ? അല്ല, ഇത് എന്തായാലും എന്തെങ്കിലും ആവുള്ളൂ. കുറച്ചു നേരത്തെ വിചാരിച്ച കാര്യം നടക്കൂലെന്ന് കണ്ടോ? സമയത്ത് കാലത്ത് താൻ ഉണ്ടാക്കി തരണം. ചുമ്മാ കെട്ടിക്കൊണ്ട് എഴുതള്ളിക്കൊണ്ട് ഇവിടെ വന്നത്. പോവാലോ അപ്പുറത്തേക്ക്? പോവാലോ. കരുത്തറിഞ്ഞായി ഭാര്യ രണ്ടാട്ടി എല്ലാം കൂടെ കെട്ടിക്കും. എന്റെ കൈ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനങ്ങൾ ചോദിക്കേ എടുക്കാൻ ചേരുന്നു. പിന്നെ മനുഷ്യന്റെ മനസ്സമാനം കളയാൻ വേണ്ടി ഓരോന്ന് മാളത്തിൽ നിറങ്ങി വരും ഓരോ സമയം. നമ്മൾ അവഹേളിക്കുക, താഴ്ത്തി കെട്ടുക, കൊച്ചാക്കുക. ഈ ഒറ്റ ചിന്തയുള്ളൂ തള്ളയ്ക്ക് മക്കൾക്കും. 3 അടിച്ചു ദിവസം വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഇത് ഏത് സമയം കുടുംബമേ മക്കളെ ഭാര്യയെ ചിന്തിച്ചോണ്ട് നടക്കണം. എനിക്ക് ഈ ഗതി തന്നെ വരണം. എന്തിനാ വെറുതെ ഇവിടെ മേളം ഉണ്ടാക്കണേ? അപ്പുറം ആൾക്കാർ കേൾക്കൂലേ? ഒരു കാര്യമില്ലാണ്ട് ആര് പിറകെ വയല് മുമ്പ് പാറമട അപ്പുറത്ത് പറയുക നിലയാം, തൊട്ടപ്പുറത്ത് ചൈനീസ് പദമല്ലേ. മറ്റേ ആരുടെ ഇതിന്റെ മറ്റവരിക്കണം കേൾക്കാൻ വേണ്ടിയത്? എന്റെ മറ്റവരല്ലേ ഈ ഇരിക്കണേ? എടി, അങ്ങനെ ഒരു ബോധം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. എന്റെ കുടുംബക്കാര് എന്നെ പറ്റി നിന്റെ അടുത്ത് പറയുമ്പോ നീ അപ്പൊ എന്റെ അടുത്ത് പറയണമായിരുന്നു. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നു എന്റെ പറയുമായിരുന്നല്ല. നിനക്കെന്ത്? നിനക്ക് അഹങ്കാരോ? ജോലി ഉണ്ടെന്ന അഹങ്കാരോ? 3 വെള്ളിയാഴ്ച ആയിട്ട് എനിക്ക് ജോലി ഇട്ടിട്ട് വലിയ പത്രാസുകാരി. അതെ, എനിക്ക് അഹങ്കാരം തന്നെയാ. എന്തുകൊണ്ട് എനിക്ക് അഹങ്കരിച്ചൂടാ? നല്ല കുടുംബത്തിൽ ജനിച്ച് നന്നായി പഠിച്ച് അന്തസ്സായിട്ട് പ്രൈവറ്റ് ആണെങ്കിൽ ഒരു ജോലിയും മേടിച്ച് അന്തസ്സായിട്ട് കുടുംബം നോക്കി വാടക കൊടുക്കുന്ന വീടിന്റെ. പിന്നെന്താ എനിക്ക് അഹങ്കരിച്ചാല് എന്താ കുഴപ്പം? വാടക കൊടുക്കണം. ഈ വാടക കൊടുക്കണ കാര്യം എപ്പോഴും പറഞ്ഞതിന് ഞാൻ തന്നെ വാടക കൊടുക്കണോണ്ട്. ഞാൻ തന്നെ വാടക കൊടുക്കുന്നോണ്ടെന്ന് നീ കൊടുക്കണോണ്ട് പറയോ? പറയോ? എന്നാ പിന്നെ നിങ്ങൾ വാടക കൊടുക്ക്, എന്നിട്ട് നിങ്ങൾ പറ. ഞാനൊരു കാര്യം പറയട്ടാ, കരുതണ്ടല്ല, മോളി പോയിട്ട് തറയിൽ വന്നു നിൽക്കും. എന്നെന്തെങ്കിലും ചെയ്തു നോക്ക്, അപ്പൊ ഞാൻ പറയും നെയ്യാറ്റിങ്കരെ വിളിച്ചിട്ട്. നെയ്യാറ്റിങ്കര ആയിരിക്കണം? നിന്റെ തന്ത പടവലത്തിലിരിക്കണം. നീ അങ്ങോട്ട് പോടി. വെറുതെ വഴക്കടക്കിയാ ഞാൻ പടവലത്തേക്ക് അങ്ങോട്ട് ചെല്ലി. അവിടെ ആർക്കും വേണ്ട, എല്ലാരും വെറുപ്പിച്ചിട്ടിരിക്കല്ലേ. ആരുമില്ല. എന്നാ അഹങ്കാരത്തിന് ഒരു കുറവില്ല. ഉള്ള മാനവും വെച്ച് അവിടെ എങ്ങനെ അടങ്ങി വന്നിരിക്കുക, എന്തെങ്കിലും ജോലിയാ നോക്ക്. അഹങ്കാരത്തിന്റെ ഭാഷ. നീ അല്ലേ ഈ വീടിന് വാടക കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നില്ല. നിനക്ക് എന്നെക്കാൾ വരുന്നത് എന്റെ ബന്ധുക്കളും എന്റെ സഹോദരങ്ങളും എന്റെ അച്ഛനമ്മയൊക്കെ അല്ലേ. അതുകൊണ്ട് ശരി, ഓക്കെ ഓക്കെ. ഇവിടെ മാറണേ. ഇവിടെ നിന്നാരെങ്കിലും വഷളാവും. അയ്യോ, നെയ്യാറ്റിങ്കര പോണല്ലോ. അവിടെ എന്നെ ആർക്കും വേണ്ടല്ലോ. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന ഈ ലോകത്തുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോയിക്കോളാം. മക്കളെ കേശു, നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ വല്ലപ്പോഴേക്കും വരും കേട്ടാ. ലൈഫിൽ ഒരുപാട് കുട്ടികളി പാടില്ല, കുറച്ചൊക്കെ സീരിയസ്നെസ് വേണം. എനിക്ക് സീരിയസ്നെസ് ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ഗതി വന്നത്. പക്ഷെ ഇനി തൊട്ട് ഞാൻ സീരിയസ് ആവാൻ നോക്കാം കേട്ടാ. വിടറേ. എടാ വരൂടാ, രാത്രി ആകുമ്പോ തിരിച്ചു വന്നോളൂ. രാത്രി ആകുമ്പോ ഞാൻ വരാം കേട്ടാ. കാത്തിരുന്നു. ശരി. അമ്മ എന്ത് പണി അമ്മ കാണിച്ചേ? എടാ നീ കരയണ? അച്ഛൻ വരും. എടി, അച്ഛൻ സാധാരണ ഇറങ്ങി പോകുന്നവരുള്ള പോക്കല്ലിത്. അച്ഛൻ എന്തോ മനസ്സിൽ കരുതി കൂട്ടി തന്നെ പോയിരിക്കുന്നേ. എന്തോന്നൊക്കെ പറയണ? അങ്ങനെയൊന്നുമില്ല. എടി, നിങ്ങൾ വിഷ്ണുചാനെ വിളിച്ചു പറഞ്ഞാ? ചേച്ചി വിളിച്ചു. എന്താ ഇവിടെ രണ്ടും കൂടെ ഒരു ചർച്ച? പോയാകത്ത് പോയിരുന്ന് പഠിച്ചേ. പഠിക്കാൻ പറ്റില്ലെങ്കിൽ അച്ഛനെ അന്വേഷിച്ചു പോ. ചെല്ല്. 19 വയസ്സായി, ഇപ്പോഴും നടക്കുക കുട്ടികളെയും കൊണ്ട്.
എനിക്കറിയാം നെയ്യാറ്റിൻകര എന്താ പറഞ്ഞെന്ന് അറിയാനുള്ള അവസാന തടവാ നിങ്ങൾ അച്ഛൻ കാണിക്കണേ. അല്ല അമ്മയ്ക്ക് എന്താ പറഞ്ഞു കൊടുത്താ? നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പൻ അമ്മയടുത്ത് എന്താ പറഞ്ഞ, അച്ഛനടുത്ത് പറഞ്ഞു കൊടുത്താ അമ്മയ്ക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? കേറിക്കൂടാകത്ത്